ഇവിടെ ഒരു രാജാവ് തമാശക്കായിട്ട് ഒരു മാന്ത്രിക വസ്തു നിർമ്മിക്കുന്നു. പക്ഷെ നിർമ്മിച്ച സാധനം അത്ര തമാശയായിട്ട് പിന്നീട് അദ്ദേഹത്തിന് തോന്നുന്നില്ല. കാരണം അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള വസ്തുവാണ്. ഈ ലോകം തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവിനെയാണ് താൻ കണ്ടെത്തിയതെന്ന് രാജാവ് അറിയുന്നു. അതുകൊണ്ട് തന്നെ അത് മറ്റാരും അറിയാതെ അദ്ദേഹം അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതറിഞ്ഞ ടിപ്പു സുൽത്താൻ ഇദ്ദേഹത്തെ വന്ന് ആക്രമിക്കുകയും ആ ഒരു വസ്തു കൈക്കലാക്കുകയും ചെയ്യുന്നു. അത് വെച്ച് ടിപ്പുവും ഒരുപാട് യുദ്ധങ്ങളെ വിജയിക്കുന്നു. പക്ഷെ കാർത്തിക തിരുനാൾ രാജാവായിട്ട് ടിപ്പുവിന് മത്സരിക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ ടിപ്പുവിനെ തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക വസ്തു ഇപ്പൊ ഈ രാജാവിന്റെ പക്കലാവുന്നു. പക്ഷെ ഇതിന്റെ ഉപയോഗമൊന്നും അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കുന്ന ഈ രാജാവ് ആ യുദ്ധം നടന്ന സ്ഥലത്ത് തന്നെ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നു. പക്ഷെ പിന്നീടുള്ള തലമുറകൾ ആ കഥകളൊന്നും തന്നെ വിശ്വസിച്ചില്ല. എന്നാൽ ആ കഥകളൊക്കെ വിശ്വസിച്ചെത്തുന്ന ഒരാള് ആ ഒരു മാന്ത്രിക വസ്തു വീണ്ടും കൈക്കലാക്കുന്നു. അതിനുശേഷം അതേ കാർത്തിക തിരുനാൾ രാജാവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കോളേജാണ് കാണുന്നത്. അവിടെ പഠിക്കുന്ന കഥാനായകനായ ജിതിനും അവന്റെ ഫ്രണ്ട്സും ജിതിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ജീവികയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവള് 10 ദിവസങ്ങൾക്ക് ശേഷം ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് ഒക്കെ കരുതി വെച്ച് അവള് വരുമ്പോ ഇവനത് സ്നേഹ സമാനമായിട്ട് നൽകുന്നുണ്ട്. പക്ഷെ അവള് വന്ന ഉടനെ ഇവനോട് ബ്രേക്കപ്പിനെ പറ്റിയുള്ള സൂചനകളാണ് നൽകുന്നത്.